അപ്പം ഇപ്രാവശ്യത്തെ ഇലക്ഷനെ പറ്റി എന്താണ് ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരും. നല്ല പ്രതികരണമാണ് എല്ലാ മേഖലയിലും. നിങ്ങൾ കണ്ടില്ലേ, അതിൽ സാഹിത്യകാരന്മാർ, സാമുദായിക നേതാക്കൾ, പിന്നെ എല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഇലക്ഷന് മുമ്പ് എല്ലാ ബൂത്തിലും എത്തിച്ചേർന്നിരുന്നു. ഇന്നിപ്പോൾ എല്ലായിടും എത്താൻ പറ്റില്ല, എന്നാലും കുറേ ബൂത്തുകളിലൊക്കെ ഒന്ന് സന്ദർശനം നടത്തുകയാണ്. ഓരോ സ്ഥലത്തായിട്ട് ചെറിയ സമയം അങ്ങനെ കയറിയിട്ട് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ എന്തായാലും പേരാവൂർ തിരിച്ചു പിടിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അത് തന്നെ നടക്കും. കാരണം ഞങ്ങളുടെ മുന്നണിയിൽപ്പെട്ടവർ മാത്രമല്ല, ഒരുപാട് സഹോദരങ്ങൾ പേരാവൂരിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പിന്തുണ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ പേരാവൂർ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇലക്ഷൻ വെയിലിൻ്റെ ചൂടും ഇലക്ഷൻ്റെ ചൂടും നന്നായിട്ട് നടക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോളിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രശ്നമില്ല. സണ്ണി ജോസഫ് കൂടെ ജയിക്കും, 100%. ഇത് തർക്കമില്ലാത്ത കാര്യം. ആൾക്കാരുണ്ടോ? ആൾക്കാർ എല്ലാം വന്നു പോയി. അവിടെ ഒരു ക്യൂ വരുന്നില്ല. ആളുകൾ വന്ന് വോട്ട് ചെയ്ത് അന്നേരം മടങ്ങാനുള്ളൊരു സാഹചര്യം. ഇവിടെ 964. ഇപ്പോൾ ഏകദേശം ഒരു 631-ലധികം ഇവിടെ പോളിംഗ് കഴിഞ്ഞു. ലിസ്റ്റ് കിട്ടിയത്. ബാക്കി കുറച്ചും കൂടി ഇവിടെ എടുക്കാനുണ്ട്. ഏകദേശം നല്ല പോളിംഗ് തന്നെയുണ്ട്. കുഴപ്പമില്ല. മലബാർ മീഡിയ ന്യൂസ് എങ്ങനെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ? ഇന്നത്തെ ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 2.25 സമയമായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും LDFിൻ്റെ ഏകദേശം ഒരു 70% വോട്ട് ഞങ്ങൾക്ക് പോളിംഗ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തകർ എല്ലാ പ്രദേശങ്ങളിലും പോയി ഏകദേശം LDFിൻ്റെ മുഴുവൻ വോട്ടുകളും ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം. പോളിംഗ് ഇപ്പം എത്ര ശതമാനമായെന്ന് അറിയാം? അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമല്ല. ഏറെക്കുറെ പകുതി അധികം കഴിഞ്ഞിട്ടുണ്ട്. വെയിലിൻ്റെ ചൂട് ഞങ്ങൾ വഹിക്കുന്നില്ല. ഇലക്ഷൻ്റെ ചൂടാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിനെ പോലെ 15 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ ഒരു കാര്യം ചെയ്യാതെ എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുക, അതുപോലുള്ള അത്തരം ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന ഏക MLA കേരളത്തിലുണ്ടെങ്കിൽ അത് സണ്ണി ജോസഫ് മാത്രമാണ്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ്. വോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇലക്ഷനെ എങ്ങനെയൊന്ന് വിലയിരുത്തുന്ന ഒന്ന് പറയാമോ? ഇലക്ഷൻ നല്ല ഇതായിട്ട് ഇവിടെയൊക്കെ നല്ല ജനം വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ബൂത്തുകളിലെല്ലാം നല്ല തിരക്കാണ്. അപ്പം നമുക്ക് 100% വിജയപ്രതീക്ഷയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഭൂരിപക്ഷം കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ജനം ഒന്നടങ്കം വന്ന് ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ജനം ഒന്നടങ്കം ഉറുതി മുട്ടിയിട്ട് ഒന്ന് വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും മനസ്സിലുണ്ട്. അതാണ് ജനം ഇങ്ങനെ വന്ന് വോട്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ മാറ്റത്തിൻ്റെ ഒരു ഇത്. ചേട്ടാ പറയൂ, എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ? ഇലക്ഷൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിൻ്റെ ഈ ഭരണത്തിൽ ആബാലവൃത്തം ജനങ്ങളും മടുത്തു. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ നന്നായിട്ട് ജനങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന പോളിംഗ് ശതമാനം ഇത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനകത്ത് 100% വിജയിക്കുമെന്നും ചെയ്യുന്ന ഉറപ്പാണ്. ഓക്കെ. നമസ്കാരം. വോട്ട് ചെയ്തോ? നമസ്കാരം. വോട്ട് ചെയ്തില്ല. ഇലക്ഷൻ്റെ അതായത് വോട്ട് ചെയ്യിക്കുന്നതിനൊക്കെയുള്ള തിരക്കിലാണ്. ഇന്നത്തെ ഈ ഇലക്ഷനെ എങ്ങനെ നോക്കി കാണുന്നു? ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അവകാശമാണല്ലോ. ആ അവകാശത്തെ ശരിയായ നിലയ്ക്ക് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും കർത്തവ്യം. അത് ശരിയാവണ്ണം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ കടമ. അത് ഞാൻ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ പൊതുവേ സമാധാനപരമാണ് നമുക്കിവിടെ. ജനങ്ങൾ നല്ല രീതിയിൽ ഇലക്ഷനോട് പ്രതികരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ കാലാവസ്ഥയെല്ലാം വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയായതുകൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ള വോട്ടുകൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരാൻ സാധ്യതയുള്ളത്.